ആരാ ഭരിക്കുന്നേ? നമ്മള്. അതോ ഭരണം മാറിയോ? പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം, എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം. പിന്നെ മാഷേ, നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവരുത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സഖാവേ, പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്ത അട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട്. വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ, സുരക്ഷിത സ്ഥാനത്തെത്തിയവർ. എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത്. ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ല് തകർത്തിട്ടുണ്ട്. ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നിനു വേണ്ടിയല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പ് ഉള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ്, അറുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ട്. ജീവിക്കുന്നവരിലും ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ. നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി. നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു, നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും. മറക്കരുത്, മറന്നു പോകരുത്. സഖാക്കളെ, പാനൂര് ഏരിയ സമ്മേളനം അതിന്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അധ്യക്ഷൻ ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെക്കുറിച്ചാണല്ലോ. നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രമാണ്. സ്വതന്ത്രനും അടിമയും, പ്രഭുക്കളും പ്രജകളും, ജന്മിയും അടിയാനും, ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും, ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും തീരാ വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും. സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പുതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത്. പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും. വാക്കുകൾ മാത്രമല്ല, ആ കാലവും കാലഹരണപ്പെട്ടതാണ്, പിഴുതെറിയേണ്ടതാണ്. ഞാനിത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനല്ല, ചരിത്രം നവീകരിക്കാനാണ്. അതിനാവശ്യം ആശയങ്ങളാണ്, അക്രമങ്ങളല്ല. അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടെന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ. വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം കൊണ്ടാകുന്നത്. നിങ്ങൾക്കറിയാലോ, അങ്ങനെ പിപ്പിടി കാട്ടിയാലെന്നും ഭയന്നു പോകുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. എന്നെ തിരിച്ചു കൊണ്ടുവന്ന നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഒരു മുകുന്ദൻ വീണാലും 1000 മുകുന്ദന്മാരെ ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നിർത്തില്ല. കരുതിയിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല. ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ. നിങ്ങൾ വർഗീയ ഫാസിസ്റ്റുകാർ. ഇടയ്ക്ക് ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങളുടെ ചരിത്രം ചതിയുടെയും വഞ്ചനയുടേതുമാണ്, വർഗീയ കൂട്ടക്കൊലകളുടെയും ഭ്രൂണഹത്യകളുടേതുമാണ്. ബിബീഷേ, ഒരു മിനിറ്റ്. എന്നാ ഇതാരെന്ന് നിങ്ങൾക്കറിയാം? എടാ, ഇത് നമ്മളെ രഘുസഖാവല്ലേ, ഈർത്ത തൊഴിലാളി യൂണിയന്റെ നേതാവാ, ഗോപിനാഥന്റെ വലങ്കൈ. എന്തേനു അങ്ങനെ പുരോഗമന ആശയങ്ങളെ എന്താടാ? ഒന്നുമില്ല ഭയ. അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും. ഈ പ്രസ്ഥാനത്തിന്റെ ശരിയും തെറ്റുമാണ് നമ്മുടെ ശരിയും. വ്യക്തിപരമായി ഞാൻ അടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു. സമ്മേളനം വിജയകരമാക്കിയ എല്ലാവർക്കും എന്റെ നന്ദി. സമാപന സമ്മേളനത്തിന്റെ നന്ദി പ്രകാശനത്തിനായി സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഓ ആ ഒരുപാട് ലേറ്റായല്ലേ? ഫിറോസ് ഉണ്ടാക്കും. ഇപ്പം നാളെ കാണാം. അല്ല സർ, സർ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. 24 hours കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഫുൾ ടൈം ഡ്യൂട്ടി. പിന്നെ ഇലക്ഷൻ കൂടെ വരുന്നതുകൊണ്ട് പ്രത്യേക അലേർട്ട് ആവണമെന്നൊരു മെസ്സേജും ഉണ്ട്. ആ ഫിറോസേ, ഓഫീസ് റൂമൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഇന്ന് തൊട്ട് ദാസും ഉണ്ടാവും. ആ ശരി. ഒരുപാട് തവണ ശത്രുക്കൾ ബോംബെറിഞ്ഞ ചരിത്രമുണ്ട് ഈ വീട്ടിന്. പേടിയുണ്ടാ? എന്നാ ചെല്ലേ. കാര്യം ചോദിച്ചോട്ടെ, സഖാവിന് പാർട്ടിയിൽ ശത്രുക്കളുണ്ടോ? ഒരാൾ ഒരു യഥാർത്ഥ സഖാവാകുന്നത് എപ്പോഴാന്ന് ദാസൻ അറിയൂ. അയാൾ അയാളുടെ ജീവിതത്തെക്കാൾ ഉപരി മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, സഹായിക്കുമ്പോഴാണ്. അത്തരം സഖാക്കൾ ചേർന്നതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും. ആ മാർക്ക് ചെയ്തിരിക്കുന്ന തേർഡ് ലൈൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർ. ആ അയ്യപ്പദാസ്, യെസ് സർ. ദ റീസൺ വൈ ഐ വാണ്ട് ടു സേ യൂസ്, നമുക്കൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫ്രം ഇൻ്റലിജൻസ്. അതായത് മുകുന്ദൻ സാറിന് നേരെ ചിലപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇവിടെ സെൻട്രൽ പ്രസിഡന്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് 4 പേർ ഇറങ്ങിയിട്ടുണ്ട്. അതർ ദാൻ ദസ്, സം അതർ ഗ്രൂപ്പ്സ് ആർ ഓൾസോ ടാർഗറ്റിംഗ് മിസ്റ്റർ മുകുന്ദൻ. നീ ഗൺമാൻ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മുമ്പ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചില്ല? അപ്പോ നീ ഈ ജോലി വലിയ താല്പര്യത്തോടെ അല്ല ചെയ്യുന്നതെന്നാണ് അർത്ഥം. എന്താ ശരിയാ? ഇതൊന്നും പിള്ളേർ കളിയല്ലല്ലോ. ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നേരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഈൻ്റെ ഒരു ഗുരുതരാവസ്ഥ കുഞ്ഞു മോനെ എനിക്ക് മനസ്സിലാവില്ലാന്ന്. സാറ് പറഞ്ഞത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ, ട്രെയിൻഡ് ആയ മറ്റൊരു ഗൺമാൻ തനിക്ക് പകരം വന്നേക്കാം. റൈറ്റ്? ഞങ്ങൾ ഇതിനെപ്പറ്റി മുകുന്ദൻ സാറിനോട് സംസാരിച്ചിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. തനിക്ക് സമ്മതമാണെങ്കിൽ മാറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. തിരിച്ച് നീ ക്യാമ്പിലേക്ക് പോകണമെന്നില്ല. സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറാൻ പറ്റും. അതെല്ലാം പരിഗണിക്കാവുന്ന വിഷയമാണ്. എന്തെന്ന്? ഓക്കെ, താനൊന്ന് ആലോചിക്കുക. സി, യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് മീറ്റിംഗ് വിത്ത് എനിവൺ. കോൺഫിഡൻഷ്യലായി വെച്ചാൽ മതി. യു മേ ഗോ. സർ. എടോ, പൂർണ്ണമായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കുറപ്പുള്ള കാര്യങ്ങൾക്കേ ഇറങ്ങാവും. അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എല്ലാ തരത്തിലും. എനിക്ക് തിരിയുന്നുണ്ടാ? വയ്ക്കോ.